ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമസ്സയേത്. യസ്യ സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാമാദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ നമഃ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭോ ഭൂതഗദ്ഭൂതഭദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിധാം വേദ പ്രധാന പുരുഷേശ്വര. നാരസിംഹബഭുഃ ശ്രീമാൻ കേശവ പുരുഷോത്തമ. സർവശർവശിവസ്ഥാണോ ഭൂതാധിർനിധിരവ്യയ. സംഭവോ ഭാവനോ ഭക്ത പ്രഭവ പ്രഭുരീശ്വര. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹസ്സന. അനാധിനിധനോ ദാതാ വിദാധാതുരുത്തമ. അപ്രമീയോ ഋഷീകേശ പത്മനാഭോമരപ്രഭു. വിശ്വകർമാ മനുസ്സഷ്ട സവിഷ്ടസ്തവിരോദ്രുവ. അഗ്രാഹി ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷപദന. പ്രബോധസ്ത്രികഗുബ്ധാമാ പവിത്രം മംഗളം പരം. ഈശാന പ്രാണധ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി. ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ. അനുത്തമോധുരാദർശകൃതജ്ഞകൃതിരാത്മവാൻ. സുരേശരണം ശർമാ വിശ്വരേതാ പ്രജാഭവ. അഹ സംവത്സരോ വ്യാല പ്രത്യയ സർവദർശന. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത. വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസ്സദ. വസുർവസുമനാ സത്യ സമാത്മാ സംമിത സമ. അമോഘ പുണ്ഡരീകാക്ഷോ വിശ്വകർമാ വിഷാകൃതി. രുദ്രോ ബഹുശിരാ ബഭ്രുർവിശ്വയോനി ചുജിഷവാ. അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹത്തപാ. സർവക സർവവിദ്വാനുർവിക്ഷക്സേനോ ജനാർദ്ദന. വേദോ വേദവിധം വ്യംഗോ വേദാംഗോ വേദവിത്കവി. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കഥാ കഥാ. ചതുരാത്മാ ചതുർവ്യൂഹ ചതുർധംഷ്ടചതുർഭുജ. ഭ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാധിജ. അനഘോ വിജയോ ജേതാ വിശ്വയോനി പുനർവസോ. ഉപേന്ദ്രോ വാമനപ്രാംശുരമോഘശുചിരോർദ്ധിത. അതിന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമ. വേദ്യോ വൈദ്യ സദാ യോഗി വീരഃ മാധവോ മധു. അതിന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാഫല. മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി. അനിർദേശവഭുശ്രീമാൻ അമേയാത്മാ മഹാദ്രത്. മഹേഷാസോ മഹീഭക്താ ശ്രീനിവാസ സദാംഗതി. അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. മരീചിർദ്ധമനോഹംസ സുവർണോ ഭുജഗോത്തമ. ഹിരണ്യനാഭസുതപാ പത്മനാഭ പ്രജാപതി. അമൃത്യു സർവദിക്സിംഹാസന്ധാധാ സന്ധിമത്സ്ഥിര. അജോ ദുർമക്ഷണശാസ്സാ വിശ്വതാത്മാ സുരാരിഹ. ഗുരുർഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ. നിമിഷോ നിമിഷസ്രഗ്ഗീ വാചസ്പതിരുദാരഥീ. അഗ്രണീർഗ്രാമണി ശ്രീമാന്യായോ നേതാ സമീരണ. സഹസ്സമോദ്ധാ വിശ്വാത്മാ സഹസാക്ഷസഹസപാത്. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ധന. അഹസംവത്തഘോവഗ്നി അനിലോരണീധര. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃഗ്വിശ്വഭുഗ്വിഭോ.
സത്കർത്താ സത്കഥ സാധു ജഗ്നൊന്നാരായണോ നര സംഖ്യയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകശുചി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിത സിദ്ധിസാധന വൃഷാഹി വൃഷഭോ വിഷ്ണുർവിഷപർവാ വിഷോധര വർദ്ധനോ വർദ്ധമാനസ്യ വിവിക്തശ്രുതിസാഗര സുഭുജോദർധരോ ഭഗ്മി മഹീന്ദ്രോ വസ്തോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിവിവിഷ്ടപ്രകാശന ഓജസ്തേജോധിതര പ്രകാശാത്മാ പ്രതാപന വൃദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രചന്ദ്രാം ശുർഭാസ്കരദ്വിതി അമതാം സുദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമ ഭൂതഭവ്യപവന്നാദ പവന പാവനോനല കാമഃ കാമകത്കാന്ത കാമ കാമപ്രദ പ്രഭു യുഗാധികൃത് യുഗാവത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസജിതനന്ദജോ ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ടാശിഖണ്ഡേനൗഷോംഷാം ക്രോധഃ ക്രോധകർത്താ വിശ്വബാഹു മഹീധര അച്യുത പ്രതിത പ്രാണ പ്രാണധോ വാസവാരുജ അപാം നിരതിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ധസ്കന്ധധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനോ രാതിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൗരശൗരീ ജനേശ്വര അനുകൂല സദാവത്താ പത്നി പത്മനിപേക്ഷണ പത്മനാഭൂരവിന്ദാക്ഷ പത്മഗർഭശരീരഭത് മഹദ്വിരുദ്ധോ വൃദ്ധാത്മാ മഹക്ഷോ ഗരുഡധ്വജ അതുലശരഭോ ഭീമ സമയജ്ഞോഹവർഹരേ സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവൻ സമജിഞ്ജയ വിക്ഷരോരോഹിതോ മാർഗോ ഹേതുർധാമോദരഃ സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിദാശന ഉദ്ഭവക്ഷോഭണോ ദേവർഷീഗർഭപരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോദ്രവ പരർദ്ധി പരമസ്പഷ്ട തുഷ്ടപുഷ്ടചപേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നെയ്യോ നയോനയ വീരശക്തിമതം ഷട്ടോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠപുരുഷ പ്രാണ പ്രാണത പ്രണവപ്രദോ ഹിരണ്യഗർഭശത്രുഗുരോ വ്യാപ്തോ വായുരതുക്ഷജ ഋതുസുദർശനകാല പരമേഷ്ടീപരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്വാമോ വിശ്വദക്ഷിണ വിസ്താരസ്ഥാവരസ്ഥാണോ പ്രമാണം ബീജമവ്യയം അർത്ഥോ നർത്തോ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്തവിഷ്ടോ ഭൂധർമ്മയൂപോ മഹാമക നക്ഷത്രനേമി നക്ഷത്രേ ക്ഷമക്ഷാമസമീഹന യജ്ഞയജ്ഞോ മഹേജ്യസ്യ ക്രതുസത്രം സദാം ഗതീം സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഖ മനോഹരോധിതക്രോധോ വീരബാഹുർവിദാരണ സ്വാപനസ്വശോഭ്യാഭി നൈകാത്മാ നൈകകർമ്മക് വത്സരോ വത്സരോ വത്സേ രത്നഗർഭോധനീശ്വര ധർമ്മകത് ധർമ്മീ സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർവിദാധാ കൃതലക്ഷണ ഗഭസ്തിനേമി സത്വസ്താ സിംഹോ ബോധമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവബുദ്ഗുരു ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതബുദ്ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണ സോമഭോമുതമ സോമ പുരുജിത്പുരുസത്തമ വിനയോജയ സത്യസന്ധോ ദാശാഖ സത്തദംപതി ജീവോ വിനൈധാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംബോനിധിരനന്ദാത്മാ മഹോദതിശയോന്ധക അജോ മഹർക്ക സ്വാഭാവ്യോജിതാമിത്രപ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കഥജ്ഞോ മേധിനീപതി
ത്രിപതസ്തദശാധ്യക്ഷോ മഹാശൃംഗകൃതാന്തക് മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗദി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്രഗദാധര വേദാസാംഗോജിത കൃഷ്ണോ ദടസംഘർഷണോച്യുത വരുണോ വരുണോ വൃക്ഷപുഷ്കരാക്ഷോ മഹാമനാ ഭഗവാൻ ഭഗഹാനന്ദി വനമാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സപ്തമ സുതന്വാഖണ്ഡ പരശുദ്ധാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക്സർവദിഗ്വ്യാസോ വാചസ്പതിരയോ നിജ ത്രിസാമസാമഖസാമ നിർവാണം വേഷജം വിഷ സന്യാസകുശമശാന്തോ നിഷ്ഠാ ശാന്തിപരായണം ശുഭംഖശാന്തിതസ്സഷ്ട കുമുദകുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വിഷപാക്ഷോ വിഷപ്രിയ അനിവർത്തി നിവൃത്താത്മ സംക്ഷിപ്താക്ഷേമകശിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീവതംവര ശ്രീധശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ സ്വച്ഛംഗ സദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിദിതാത്മാ വിധേയാത്മാ സത്കീർത്തി ചിഹ്ന സംശയ ഉദീർണ സർവദക്ഷു അനീശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന അക്ഷിഷ്മാനക്ഷിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ അപ്രതിരഥ പ്രത്യുംനോമിത വിക്രമ കാലനേമിനിഹാവീര ശൗരീ ശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാ ഹരേ കാമദേവ കാമപാല കാമി കാന്തകദാഗമ അനിർദ്ദേശവപുർവിഷ്ണോ വീരോ നന്ദോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മഗത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർധന ബ്രഹ്മവിദ്ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരക മഹാക്രതുർമഹായജ്ഞ മഹായജ്ഞോ മഹാകവി സവ്യസ്തവ പ്രിയ സ്തോത്രം സുധിസ്ത്രോദാരണപ്രിയ പൂർണ്ണപൂരൈധ പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവേ തദ്ഗതി സത്കൃതി സത്താ തദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസ്യാമുന ഭൂതാവാസോ വാസുദേവ സർവാസ് നിലയോ നല ദർപ്പഹാദർപ്പധോ ദുർദോ ദുർധരോധാപരാജിത വിശ്വമൂർത്തിർമഹാമൂർത്തിർദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന ഏകോനൈകസവക്യം തൽപദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമാങ്കോ വരാംഗചന്ദനാംഗതി വീരഹാ വിഷമശൂന്യോ ഗദാശീരദലസ്സല അമാനീമാനധോ മാന്യോ ലോകസ്വാമി ത്രിലോകതൃ സുമേധാമേധചോധന്യ സത്യമേധാധരാധര തേജോ വൃഷോദ്ധിതര സർവശസ്തപദം വര അഗ്രഹോ നിഗ്രഹോ വിഗ്രോ നേകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദവിധേകപാൽ സമാവൃത്തോ നിവൃത്താത്മാ ദുർജയോ ദുർധിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കഥാഗമ ഉദ്ഭവ സുന്ദര സുന്ദോ രക്തനാഭസുലോധന അർക്കോ വാചസന ശൃംഗി ജയന്ത സർവവിജയീ സുവർണ ബിന്ദു രക്ഷോഭ്യ സർവഭാഗീശ്വരേശ്വര മഹാകൃതോ മഹാഗത്തോ മഹാഭൂതോ മഹാനിധി കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോ നില അമദാശോ മുധവഭൂ സർവജ്ഞ സർവതോമുഖ സുലഭ സുവൃത സിദ്ധ ശത്രുജി ശത്രുതാപന വ്യക്രോധോദുംബരോ ശബ്ദ ചാണൂരാന്ദ്രനിശോധന സഹസാക്ഷി സപ്തജിഗ്വാ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഘോ ചിന്യോ ഭയനാശന അണുർപ്രകസ്കുശസ്തൂലോ ഗുണബന്ധർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാക്വംശോ വംശവർദ്ധന
ഭാരവത്കഥിതോ യോഗി യോഗീശ സർവകാമദ ആഷമക്ഷമനക്ഷാമസുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദോ ദണ്ഡോ ധമൈതാധമ അപരാജിത സർവസഹോ നിയന്താ നിയമോ യമ സത്വാൻ സത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രയാർഹോഹ പ്രിയഗു പ്രീതിവർദ്ധന വിഹായ സഗതർജ്യോതി സുരജിത് ഉദവിക് വിഭോ രവിർവിരോധന സൂര്യ സവിധാര വിലോചന അനന്തോ ഹുതബുദ്ഭുക്ത സുഗതോ നൈഗജോഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത സദാ സനാതനതമ കബിര കബിരവ്യ സ്വസ്തിത സ്വസ്തിക സ്വസ്തി സ്വസ്തി ഭുക് സ്വസ്തി ദക്ഷിണ അരൗദ്രകുണ്ടലി ചക്രേ വിക്രമ്യോതിദശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ചർവരീകര അക്രൂരപ്പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണംബര വിദ്ദത്തമോ ഭീതഭയ പുണ്യക്ഷമണകീർത്തന ഉത്താരണോ ദുഷ്കതിഹ പുണ്യോ ദുസ്വപ്നനാശന വീരഹാരക്ഷര സന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപോ നന്ദശ്രീജിതമന്യോദ്ഭയാപഹ ചതുരശ്രോ കബീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാഥിർഭുർഭുവോ ലക്ഷ്മീ സ്വീരോ രുചിരാംഗത ജനനോ ജനജന്മാധിർഭീമോ ഭീമപരാക്രമ ആധാരനിലയോ ധാത പുഷ്പഹാസ പ്രജാകര ഊർദ്ധഗത് സത്പദാചാര പ്രാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണബൽ പ്രാണജീവന തത്വം തത്വവിദേഹാത്മാ ജന്മമൃത്യുജരാധിക ഭൂർഭുവസ്സരസാരസവിതാ പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്ഞ യജ്ഞാംഘോ യജ്ഞവാഹന യജ്ഞപത് യജ്ഞഗത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തഗത് യജ്ഞഗുഖ്യം അന്നമന്നാദ ഏവ ച ആത്മയോനി സ്വയം ജാതോ വൈഖായ സാമഗായന ദേവകീ നന്ദന സൃഷ്ട ശിരീശപാപനാശന ശംഖപന്നന്ദകീ ചക്രേ ശാംഖതന്വാഗദാധര തദാംഘപാണിരക്ഷോഭ്യ സർവപ്രഹണായുധ ആത്മയോനീ സ്വയം ജാതോ വൈഖാനസാമഗായന ദേവകീ നന്ദന സൃഷ്ട ശിരീശപാപനാശന ശംഖപന്നന്ദകീ ചക്രേ ശാംഖതന്വാഗദാധര തദാംഘപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ ഓം നമ ഇതി വനമാലീകദേശാൻകി ശംഖീ ചക്രേ ച നന്ദകേ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ മേക്ഷതു ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ നമോസ്തനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷിശിരോരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശശ്വതേ സഹസ്രകോടീകതാരിണേ നമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും നിവർന്നിരിക്കുക. ഓംകാരം ചൊല്ലാം. വീണ്ടും ഓംകാരം. ഓ
ഒരിക്കൽ കൂടി ഓംകാരം. ഓ വീണ്ടും ഒരിക്കൽ കൂടി ഓംകാരം നിവർന്നിരുന്ന് തല നീട്ടി ചൊല്ലണം. ഓ എല്ലാവരും ഏറ്റുകൊള്ളണം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. ഹേ നാഥ നാരായണ വാസുദേവ. ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീകൃഷ്ണ ഹേ നാഥ നാരായണ വാസുദേവ. എല്ലാവരും നിവർന്നിരിക്കുക. ഏറ്റുചൊല്ലണം. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം ഭൂതനാഥായ വിദ്മഹേ ഹരിഹരപുത്രായ ധീമഹി തന്നോ ശാസ്ത പ്രചോദയാത്.
ശാന്തി ശാന്തി ശാന്തി. കയ്യൊന്ന് തിരുമ്മി കണ്ണൊക്കെ തുടച്ച് ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ ഭാരതത്തിൻ്റെ ചിരപുരാതനമായൊരു കേരളത്തിൻ്റെ ഒരു അനുഷ്ഠാനമാണ്, ആചരണമാണ് വിഷുക്കണി, വിഷുക്കൈനട്ടമൊക്കെ. ഇപ്പം വിഷു എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ആഘോഷിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം ഗോപികമാർക്ക് നൽകിയ ഒരു ദർശനമുണ്ട് രാസലീലയിൽ. അപ്പോൾ ഭഗവാൻ മറഞ്ഞ് പിന്നെ ഭഗവാൻ മന്മത മന്മത എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അപ്പം അത് ഗോപികമാരുടെ ജീവിതത്തിലുണ്ടാക്കിയ ഒരു സ്വാധീനം. അപ്പം അതായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ കാരണം. കാർഷികതയും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഭാഗവതത്തിൽ ഗോപികമാരുടെ ജീവിതത്തിലാണ്. അപ്പം ഇവിടെ നമ്മൾ കുറേ പഴങ്ങളും പൂക്കളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷുക്കണി ആഘോഷിക്കുന്നു. അപ്പം ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു തത്വം നമ്മുടെ വേദാന്ത ശാസ്ത്രം, ഭാഗവതം, ഭാരതം, നമ്മുടെ വേദാന്ത ശാസ്ത്രം, ഭാരതം ഒരു വേദാന്തത്തിലൂന്നിയ നാടാണ്. ഇവിടെ ഒരു വേദാന്ത ശാസ്ത്രം ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഇതെല്ലാം നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് മുഴുവൻ ദ്വൈതഭക്തിയാണ്. എന്നാൽ ഭാരതീയ സംസ്കൃതി അദ്വൈത സംസ്കാരത്തിൻ്റെയാണ്. ദ്വൈതവും അദ്വൈതവും നമുക്കറിയണം. അദ്വൈതം എന്ന് പറയുന്നത് മുഴുവൻ ഉള്ളിലുള്ളതും ദ്വൈതം എന്നതൊക്കെ പുറത്തുള്ളതുമാണ്. ഇവിടെ വിഷു കണി എന്നതുകൊണ്ട് ക്രമേണ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷ്ണുവിനെ കണി കാണാം. അപ്പോൾ വിഷ്ണുവിനെ കണി കാണണമെങ്കിൽ നമ്മൾ പുറത്തേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് വിഷ്ണുവിനെ നമ്മളെങ്ങനെ കണി കാണുക? വിഷ്ണു എന്ന് പറയുന്നത് ചതുർഭുജ രൂപധാരിയായിട്ടുള്ള ഒരാളല്ല. അപ്പം അത് വീണ്ടും ദ്വൈത ദർശനമാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് മാർഗങ്ങൾ പറഞ്ഞു തന്നത്. ഗുരുചരണാംബുജ നിർഭര ഭക്ത, നമ്മുടെ ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ അതാണ് ഈ നാമജപത്തിൻ്റെയൊക്കെ മഹത്വം. അപ്പം ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ഭഗവാനെ നമ്മൾ നാമരൂപത്തിൽ ദർശിക്കുക. ഒരു നാമദർശനം. അപ്പം മനസ്സിൽ നാമദർശനം കൊണ്ട് നടക്കുമ്പോൾ ക്രമേണത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മദർശനമായി മാറും. നാമദർശനത്തിൽ നിന്നും നമ്മളും നാമവും അതിലേക്കൊരു കുറച്ചുകൂടി അടുത്ത ബന്ധം വരും. നാമം ചൊല്ലി ശീലിക്കുക, അതൊരു മനസ്സിനെ സമദർശന മനസ്സാക്കി മാറ്റും. ഇപ്പം സമദർശനം എന്നത് നമ്മൾ പ്രായം കൊണ്ട് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു ശക്തിയാണ്. അതായത് പ്രായം കൂടുന്തോറും വാർദ്ധക്യം, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോഴേ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മളിൽ വളരെ കുറയ്ക്കാൻ പറ്റും. കാരണം മനസ്സ് എവിടെയെങ്കിലും ഒരു വിഷമം ഉള്ളിടത്ത് കൂടുതൽ അത് ഒട്ടി നിൽക്കും, അല്ലെങ്കിൽ അത് തന്നെ സ്മരിക്കും. നമ്മൾ വിചാരിച്ചാൽ പോലും അതൊന്ന് മനസ്സിനെ മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ ഒരു സമദർശനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി. സമദർശനം എന്ന് പറഞ്ഞാൽ ഗീതയിലൊക്കെ പറയുന്ന പോലെ സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭോ ജയാ ജയോ.
എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ മനുഷ്യനെ ക്രമേണ ഉയർത്തിയെടുക്കുക. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു നല്ലൊരു ശതമാനം ആളുകളും ഒരു ബോധമില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നുവെച്ചാൽ ബോധമില്ലാതെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് എന്ത് പറ്റുന്നു, പ്രായമാകുമ്പോൾ ഓർമ്മശക്തി പോകുന്നു, പ്രായമാകുമ്പോൾ ആശ്രയത്വം കൂടുന്നു, പ്രായമാകുമ്പോൾ ആരോഗ്യം കുറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുന്നു. ഇതൊക്കെ നമ്മൾ ആളുകളിൽ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എവിടെയോ ഇവർക്കൊരു യാത്രയിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. അതെന്താ പിഴവ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർമ്മശക്തി പോകുന്നതൊക്കെ കാരണം മനസ്സ് കൂടുതൽ പഴയ ഓർമ്മയിലേക്ക് പോകുമ്പോൾ പ്രസൻറ്റിൽ മനസ്സൊരിക്കലും നിൽക്കില്ല. ഈ പ്രസൻറ്റ് കാര്യങ്ങൾ മറക്കുന്നതാണല്ലോ ഓർമ്മശക്തി പോവുക. എന്നാൽ ഈ പ്രസൻറ്റ് ഓർമ്മ വരുന്നത് പിന്നെ അവർക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പിന്നെയാണ്. അപ്പോൾ ഇവരുടെ മനസ്സ് വളരെ പുറകോട്ടുള്ള കാര്യങ്ങളാണ്, പണ്ടത്തെ കാര്യങ്ങളാണ്. അപ്പം പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ദൃഢമായി നിൽക്കുന്നു. ഇപ്പോഴുള്ളതൊന്നും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഴയ കാര്യങ്ങൾ അയവിറക്കി പ്രസൻറ്റിലൊന്നും ഇല്ല അവർക്ക് ചിന്തിക്കാൻ. കാരണം മനുഷ്യൻ എങ്ങനെയാണ് പ്രസൻറ്റ് നിലനിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റിയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ്, ജോലി ചെയ്തിട്ടാണ്. ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് പ്രസൻറ്റിൽ നിൽക്കും. ഇപ്പം ജോലി ചെയ്യാനില്ലെങ്കിൽ മനസ്സ് കഴിഞ്ഞു പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ മനസ്സ് വെറുതെ ഇരിക്കില്ലേ, മനസ്സ് എന്തെങ്കിലും ആലോചിക്കും. അപ്പോൾ ഇവിടെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കാൻ സാധിച്ചാൽ, അതാണ് നമ്മൾ ഈ ഭക്തി എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ മനസ്സിനെ എൻഗേജ്ഡ് ആക്കാൻ സാധിച്ചാൽ അപ്പോൾ മനസ്സ് കഴിയുന്നതും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അയവിറക്കില്ല. അപ്പം അതൊക്കെ ഒരു പരിശീലനമാണ്. കഴിഞ്ഞു പോയത് അയവിറക്കി കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയത് സ്മരിച്ചു കഴിഞ്ഞാൽ പ്രസൻറ്റിൻ്റെ മെമ്മറി കുറയും എന്നത് നമുക്ക് നല്ലവണ്ണം അറിയണം. അപ്പം മനസ്സ് കഴിയുന്നതും പഴയതിലേക്ക് പോകുന്നതിന് ഈ രണ്ട് പ്രായമുള്ളവർ സംസാരിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അങ്ങോട്ട് കഥ പറയുമ്പോഴേക്കും മറ്റേ ആൾ ചരിത്രം തന്നെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ആ പഴയ ചരിത്രം അവരിൽ അത്ര ഡോമിനേറ്റിംഗ് ആണ്. അവരറിയുന്നില്ല ഇവർ ഇതിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നുള്ളത്, അവരതിൻ്റെ അകത്ത് പെട്ട് കിടക്കുക എന്നുള്ളത് അവരറിയുന്നില്ല. അവരെ വിചാരം അതൊരു ആനന്ദമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരൊരു ദുരന്തത്തിലേക്കുള്ള യാത്രയാണെന്നുള്ളത് ഈ പാവങ്ങൾ അറിയുന്നില്ല. കാരണം ഇവർക്ക് വർത്തമാനം മുഴുവൻ ഭൂതകാലത്തെക്കുറിച്ചേ ഉള്ളൂ. വർത്തമാനകാലത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇവർക്ക് ഒന്നുമില്ല. കാരണം മനസ്സ് വളരെ എന്താ പറയുക, ഇനാക്റ്റീവായി. അപ്പം അങ്ങനെ ഒരു സാധനാക്രമങ്ങൾ പരിശീലിച്ച് സമദർശനം എന്നത് നേടണം. ഇപ്പം എന്താ ഈ സമദർശനം എന്ന് പറഞ്ഞാൽ, ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചോ അധികം നമ്മൾ മനസ്സിന് ചിന്തിക്കാനൊരവസരം കൊടുക്കാതെ, മനസ്സിനൊരു ഫ്രീഡം കൊടുക്കാതെ മനസ്സിനെ മാനേജ് ചെയ്ത് പോകുന്നതിന് പേരാണ് സമദർശനം എന്നുള്ളത്. അപ്പം അങ്ങനെ സമദർശനം കഴിഞ്ഞു പോയാൽ മനുഷ്യന് ഒരു പക്ഷേ അടുത്തൊരു ദർശനമാണ് സുദർശനം എന്നുള്ളത്. ഈ സുദർശനം എന്നത് ഭഗവാന്റെ കയ്യിലുള്ള ചക്രമാണ്. അപ്പം ആ ചക്രം എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിലാണ്. നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുക. ഈ ശരീരം എങ്ങോട്ടാണ് പോകുന്നത്, അതെവിടെ നിന്നാണോ വന്നത് അതിലേക്ക് പോകുന്നു. ചക്രം എപ്പോഴും തുടങ്ങിയിടത്ത് അവസാനിക്കുന്നതാണ് ചക്രം. ഇപ്പം നമ്മുടെ ശരീരവും എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് പോവും. അതുപോലെ മനസ്സ് എവിടേക്കാണ് പോകേണ്ടത്, അതെവിടെ നിന്നാണോ വന്നത് അത് അതിലേക്ക് പോവും. അത് നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട, അത് പോയിക്കോളും. അപ്പം അതിനുള്ള ഒരു റൂട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ അതങ്ങനെ പോയിക്കോളും. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറക്കി കഴിഞ്ഞാൽ എത്രയോ അത് നമ്മുടെ ഇൻഡസ്റ്റൈൻ സിസ്റ്റത്തിലൂടെ കറങ്ങിയിട്ടാണ് പലതായി മാറുക. അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളെ ഇറക്കി വിട്ടാൽ മതി. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു റൂട്ട് ക്ലിയറായി കഴിഞ്ഞാൽ മനസ്സങ്ങനെ പോയിക്കോളും. അപ്പം ആ ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ, അതിനാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഈ വിഷുവൊക്കെ ആഘോഷിച്ചത്. അപ്പം ഭൗതികമായും മനുഷ്യന് ആത്മീയമായും രണ്ടും സമന്വയിപ്പിച്ച ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. അതുകൊണ്ടാണ് വിഷുക്കണിയിൽ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും,
ഭൗതികമായ ഫലങ്ങളൊക്കെ വെച്ച്, അതുപോലെ തന്നെ ആത്മീയമായിട്ട് കൃഷ്ണനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ണാടി വെച്ചിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠിച്ച ഒരു മഹാത്മാവാണ് നാരായണ ഗുരുദേവൻ. പക്ഷേ ഈ നാരായണ ഗുരുദേവനൊക്കെ കണ്ണാടി പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണാടി ഈ വിഷുക്കണിയിൽ വെക്കുന്നൊരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊന്നായിരിക്കും അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ കണ്ണാടി നമ്മുടെ ഇതിൽ പ്രതീക്ഷിക്കുന്നു, കണിയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ആരെയാണ് കാണേണ്ടത്? കണ്ണാടി കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, കാണേണ്ടത് അവനവനെ തന്നെയാണ്, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സത്യം എന്നുള്ളത്. ശങ്കരാചാര്യസ്വാമികളുടെ ഭജഗോവിന്ദത്തിൽ അവസാനം പറയുന്നത്, അവസാനം മനുഷ്യൻ ഗുരുവിലുള്ള ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ ഗുരു കാണിച്ചു തന്ന ഒരു വഴിയിലൂടെ മനുഷ്യൻ സഞ്ചരിച്ച് അവസാനം ദൃക്ഷതി നിജഹൃദയസ്ഥം ദേവെന്നാണ്. ദൃക്ഷതി, ദൃക്ഷണം, ദക്ഷിക്കുക, കാണുക. നിജഹൃദയസ്ഥം ദേവം, അവനവൻ്റെ ഹൃദയത്തിൽ തന്നെ ആ ദേവനെ ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്കൊക്കെ അങ്ങനെയൊരു സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂർവികർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വിഷുക്കണി ദർശനം എന്നത്. ഇപ്പോൾ വിഷു എന്നത് വെറുതെ ഒരു ആഘോഷവും ആചാരവും മാത്രമല്ല, അതിൻ്റെ അകത്ത് വലിയൊരു വിചാരമുണ്ട്, തത്വമുണ്ട്. പക്ഷേ കൂടുതലും ആളുകൾ വിഷുക്കണി കാണുക എന്ന് പറഞ്ഞാൽ അടുത്ത ഈ ദിവസങ്ങളിൽ എനിക്കെങ്ങനെ ലോട്ടറി അടിക്കുകയോ കുറച്ചുകൂടി സമ്പത്തുണ്ടാവുമോ സൗകര്യങ്ങളുണ്ടാവുമോ. പിന്നെ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താ വെച്ചാൽ മരിക്കുന്നത് വരെ ആരോഗ്യമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ്. അങ്ങനെയൊരു ഇൻഷുറൻസ് ഒന്നും ഒരു ദൈവത്തിനും തരാൻ സാധ്യമല്ല. ഇനിയിപ്പോൾ പൈസ വന്നാൽ തന്നെ ഇതൊക്കെ ഒരു ഇന്നുണ്ട് നാളെ ഉണ്ടോ എന്നുള്ളത് പോലും ആർക്കും അറിയില്ല. ഭൂമി ഒന്ന് കറങ്ങി, ഭൂമി ഒന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ മനുഷ്യൻ്റെ എല്ലാ സമ്പത്തും സമൃദ്ധിയും ഒക്കെ. പക്ഷേ ഏറ്റവും വലിയ ഒരു സമ്പത്തെന്ന് പറയുന്നത് മനസ്സിൻ്റെ സമ്പത്താണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം. ആ മനസ്സിൻ്റെ സമ്പത്ത് നമ്മുടെ ഈ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഒക്കെയാണ്. അപ്പം അതിലേക്ക് നമ്മളെ പടിപടിയായി ഉയർത്താനാണ് നമുക്ക് ഈ വിഷുക്കണി തന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് 2024 ഇവിടെ ഈ ഭാഗവത ഗ്രാമത്തിൽ ചെറിയ തോതിലെങ്കിലും വീണ്ടും ഒരു വിഷുക്കണി കാണാൻ നമുക്കൊരു ഭാഗ്യമുണ്ടായി. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ്. മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ വളരെ വിപുലമായിട്ട് ചെയ്യുന്ന ഒരു ആഘോഷമായിരുന്നു. പിന്നീട് കോവിഡിന് ശേഷം നമ്മളത്ര അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യാറില്ല. കാരണം ഇവിടെ അക്കോമഡേഷൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഭാഗ്യം നമുക്കത് നിലനിർത്താൻ സാധിച്ചു എന്ന് തന്നെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഈ വർഷത്തെയും കണി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ, അനുഗ്രഹീതമാക്കട്ടെ, മനസ്സിനെ കൂടുതൽ ശക്തിയുള്ളതാക്കട്ടെ. മനസ്സാണ് നമുക്ക് കൂടുതൽ ഒരു ധൈര്യവും കരുത്തും ഉള്ളതാക്കി മാറ്റേണ്ടത്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം. ഇവരവിടെ പാട്ട് പാടുന്ന കലാമൊക്കെ ഒരു അതിനേക്ക് ഒന്ന് പാടും. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവരെ കഴിവും മനോബലവും ഉള്ളവരാക്കി മാറ്റാൻ കുട്ടികൾക്കായിട്ട് ഭാഗവത ഗ്രാമത്തിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസന ക്യാമ്പ്. നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി
കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി കിലുകിലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പേട്ടോടി വാ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടറയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലകാർവർണ്ണ കണി കാണാൻ. എതിരെ ഗോവിന്ദൻ അരികെ വന്നോരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അണിഞ്ഞു കാണേണം ഭഗവാനെ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. മുരളീധര കൃഷ്ണ തുളസീധര മുരളീധര കൃഷ്ണ തുളസീധര മനമോഹന ആനന്ദനന്ദന മനമോഹന ആനന്ദനന്ദന ഹേ ഗിരിധാരി വനമാലി ഹേ ഗിരിധാരി വനമാലി ഹേ ഗിരിധാരി വനമാലി ഹേ ഗിരിധാരി വനമാലി യമുനാ തീരവിഹാരി ഹരി യമുനാ തീരവിഹാരി ഹരി കൃഷ്ണം വന്ദേ പരമാനന്ദം വന്ദേഹം
कृष्णं वन्दे परमानन्दं वन्देऽहम् कृष्णं वन्दे परमानन्दं वन्देऽहम् कृष्णं वन्दे परमानन्दं वन्देऽहम् मुरलीधरा कृष्ण तुलसीधरा मुरलीधरा कृष्ण तुलसीधरा मनमोहना आनन्दनन्दना मनमोहना आनन्दनन्दना हे गिरिधारी वनमाली हे गिरिधारी वनमाली यमुना तीर विहारी हरे यमुना तीर विहारी हरे कृष्णं वन्दे परमानन्दं वन्देऽहम् कृष्णं वन्दे परमानन्दं वन्देऽहम् कृष्णं वन्दे परमानन्दं वन्देऽहम् कृष्णं वन्दे परमानन्दं वन्देऽहम् मुरलीधरा कृष्ण तुलसीधरा गोविन्द माधव गोपाल केशव गोविन्द माधव गोपाल केशव जय नन्द मुकुन्द नन्द गोविन्द गोवे गोपाल जय नन्द मुकुन्द नन्द गोविन्द राधे गोपाल गोविन्द माधव गोपाल केशव गोविन्द माधव गोपाल केशव गिरिधारी गिरिधारी जय राधे गोविन्द गिरिधारी गिरिधारी जय राधे गोविन्द घन श्याम 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 जय जय राधे गोपाल घन श्याम 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 जय जय राधे गोपाल गोविन्द माधव गोपाल केशव गोविन्द माधव गोपाल केशव जय नन्द मुकुन्द नन्द गोविन्द राधे गोपाल जय नन्द मुकुन्द नन्द गोविन्द राधे गोपाल गोविन्द माधव गोपाल केशव गोविन्द माधव गोपाल केशव वनमाली वनमाली जय राधा रमण हरि वनमाली वनमाली जय राधा रमण हरि जय राम 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 जय जय राम कृष्ण
कृष्ण हरि जय राम 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 जय जय राम कृष्ण हरे गोविंद माधवा गोपाल केशवा गोविंद माधवा गोपाल केशवा जय नंद मुकुंद नंद गोविंद राधे गोपाला जय नंद मुकुंद नंद गोविंद राधे गोपाला गोविंद माधवा गोपाल केशवा गोपाल केशवा गोपाल केशवा सर्वत्र गोविंद नाम संगीत गोविंद गोविंद